ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാനുള്ള വണ്ടി ഇതാണ്. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയാണിത്. ഇതിനകത്ത് നിലവിൽ ആൻഡ്രോയിഡ് സീരിയൊക്കെ നേരത്തെ ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക്, ഇതിൻ്റെ ബാക്കിൽ ഹെഡ് റെസ്റ്റ് മൗണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം വന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ എന്താണോ പ്ലേ ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ബാക്കിലത്തെ മൗണ്ടറിലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ബാക്കിൽ ഫാമിലി ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നാവിഗേഷൻ ഇട്ടാൽ ഓടിക്കുന്നെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്കും ഈ മോണിറ്ററിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബാക്കിലത്തെ 2 മോണിറ്റർ മാറ്റുവാണ്. എന്നിട്ട് അവിടെ ആൻഡ്രോയിഡിൻ്റെ പുതിയ ഒരു സ്ലിം ടൈപ്പ് മോണിറ്റർ വയ്ക്കുകയാണ്. അപ്പം ഈ വണ്ടികളിലെ 3 ഡിസ്പ്ലേ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ, ബാക്കിലത്തെ 2 ഡിസ്പ്ലേയും ഈ 3 വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അൺപ്ലഗിൻ്റെ തന്നെ വേറൊരു ബ്രാൻഡായ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു മോണിറ്ററാണ്. ഇത് 10.6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 1.5 GB റാം, 16 GB ഇൻബിൽറ്റ് മെമ്മറിയും ഉള്ളൊരു മോണിറ്ററാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു LED മോണിറ്ററാണിത്. ഇപ്പോൾ മറ്റുള്ള ഇപ്പം മുമ്പ് ഒരു ക്രിസ്റ്റലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോണിറ്ററും പിന്നെ ഇപ്പം പല ബ്രാൻഡിൻ്റെ വരുന്ന ആൻഡ്രോയിഡ് മോണിറ്റർ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ തരക്കേട് ഇല്ലാത്തൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 22,000 സംതിങ് ആണ്. 22,000 ഒരു മോണിറ്ററിൻ്റെ റേറ്റ് ആണ്, 2 മോണിറ്ററിൻ്റെ അല്ല. ഇത് ഒരു ബോക്സിനകത്ത് ഒരു മോണിറ്ററാണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന അതേ വ്യൂ ആണ് ബാക്കിൽ ഇട്ടേക്കുന്നത്. ഇത് AV മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വ്യൂ കിട്ടും, അല്ലെങ്കിൽ HDMI ഇൻപുട്ട് ഉണ്ട്. ഇപ്പോൾ വരുന്ന ഈ LED മോണിറ്ററിൻ്റെ ശരിക്കും ഡിസ്പ്ലേ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. അതായത് നല്ല കളർ ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ സോങ്ങൊക്കെ നോർമലാണ്. ഒരു നല്ല കളർ ഉള്ളൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. നല്ല അടിപൊളി കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം മുമ്പത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ സാധാരണ IPS LED ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് QLED സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ സെറ്റപ്പിലേക്ക് ആൻഡ്രോയിഡ് അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പം ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് സീരിയുടെ ഇതൊക്കെ മാറിയിട്ട് എല്ലാം ഇനി QLED ഡിസ്പ്ലേയിലേക്ക് വരും. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. നമുക്കിപ്പോൾ എനിക്ക് എത്രമാത്രം അത് നിങ്ങൾക്ക് ഈ മോണിറ്ററിൽ കൂടെ, അതായത് ഫോണിൽ കൂടെ നോക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും QLED സിസ്റ്റം ഒരു ആൻഡ്രോയിഡ് സീരിയോ നമ്മൾ കാണുമ്പോൾ പകൽ വ്യത്യാസമുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. അത്ര കളർ ഡെപ്ത് ഉണ്ട് പുതിയ ഡിസ്പ്ലേക്ക്. അപ്പോൾ അതേ കണക്ക് തന്നെ നല്ലൊരു കളർ ഡെപ്ത് ഉള്ളൊരു മോണിറ്ററാണിത്. നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഈ സൈഡിൽ യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ പുള്ളിക്കാരൻ വേറെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ വേറൊരു ഇതാണ് കിടക്കുന്നത്. 3 സ്ക്രീനും 3 ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പ്ലേ സ്റ്റോർ ഉണ്ട്. നമുക്ക് ഏത് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് 3ൻ്റെ അകത്തും ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പം ലോ റെസൊല്യൂഷനാണ് കിടക്കുന്നത്. നമ്മളത് അതിൽ പോയിട്ട് ഫുൾ HD 1080ലേക്ക് മാറ്റുവാണ്. ഇപ്പം ഇതിൻ്റെ ക്ലാരിറ്റി മാറി നല്ലൊരു ക്വാളിറ്റിയിലേക്ക് വരും. നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ പകലെടുത്തേക്കുന്നത്, പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകുകൊണ്ടാണ് ആ ഡിസ്പ്ലേ അത്ര ഇതായിട്ട് തോന്നിക്കാത്തത്. ഇതിൻ്റെ അകത്ത് മെനുവിൽ പോയിട്ട്, ഹോം സ്ക്രീനിൽ മെനുവിൽ പോയിട്ട് ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്. യൂട്യൂബ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതുവഴി എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളതിൻ്റെ മെയിൻ ഹെഡ് യൂണിറ്റ്, ഫ്രണ്ടിലത്തെ ഹെഡ് യൂണിറ്റിലൊരു വീഡിയോ പ്ലേ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതേ വീഡിയോ തന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്കും കാണാൻ പറ്റും. നമുക്ക് ബാക്കിലത്തെ മോണിറ്ററിൽ AVI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം. HDMI ഇൻപുട്ടും ഉണ്ട്. മോണിറ്റർ കാണാനൊക്കെ നല്ല രസമാണ്. നല്ല സ്ലിമ്മായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിയിൽ മുകളിൽ സിൽവർ സ്റ്റെപ്പൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മാറ്റിയ മോണിറ്ററാണ്. ഇത് സാധാരണ ഡിസ്പ്ലേ വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വാഹനത്തിലും ആൻഡ്രോയിഡ് ഹെഡ് റെസ്റ്റ് മോണിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.